ഏയ്, സാധാരണ കൃഷ്ണൻ സാർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാത്തതാണ്. അതിന് താൻ കൃഷ്ണൻ സാറിനെ നേരിട്ട് കണ്ടോ? അതെങ്ങനെ? നേരെ വെളുത്തപ്പോഴേ ഞാൻ ഇനി വന്നില്ലേ? എങ്കിൽ അയാളോടൊന്ന് പറഞ്ഞേക്ക് ഈ വിലക്ക് തരാൻ പറ്റില്ലെന്ന്. ആ വിലക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോ അവന്റെ ഗപ്പി കൃഷി നിർത്തിക്കോളാൻ പറ. നമുക്കിനി അവനായിട്ട് കച്ചവടം വേണ്ട അല്ല കൃഷ്ണ? അതെ, എന്നാലും ഇതിന്റെ പിന്നിൽ ഇയാളായിരുന്ന. അയ്യോ സാറേ, അത് നിർത്തിയ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ഗപ്പിയെ വേണമെന്ന് പറഞ്ഞ്. അവരോടൊക്കെ നമ്മൾ എന്തു പറയും? അല്ല, ഒരു TV ചാനൽ വരെ ഗപ്പി കൃഷിയെ പറ്റി ഒരു ഫീച്ചർ വന്നതാ. കൊടുക്കാന്ന് പറ. ഇത്രയും ചെറിയൊരു മീനല്ലേ? എങ്ങനെയാ സാറേ? ഒരു പാലം പണിയാൻ വന്ന എനിക്ക് 10 അടി നീളമുള്ള കുളം ഉണ്ടാക്കാൻ അധികം സമയം വേണ്ടോ? കടല് പോലൊരു കുളം ഉണ്ടാക്കി അത് നേരെ ഗപ്പിയിട്ട് തരും ഞാൻ. ഫുൾ ചെലവ് എൻ്റെ വക. വരണം, ഇത് വരണം. ഇതിനൊക്കെ കാരണം നീ ഒരുത്തനാ. ഞാനോ? അല്ലടാ ഞാൻ. എടാ, പിള്ളേരെ പോലെ പെരുമാറണം. നീ ആയിരുന്നാ നിന്റെ വിചാരം? വെറുതെ നടന്ന അയാളെ മറ്റടുത്ത് ചുണ്ണാമ്പ് വാരി വെച്ചിട്ട്. മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയൂ. ഡാ, അയ്യേ, അത് ഞാനല്ലേ ഇവനൊറ്റയ്ക്കാണ്. അയ്യേ, ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ വിലയ്ക്ക് സമ്മതിച്ചെന്ന് നീ കൃഷ്ണ സാറിൻ്റെ അടുത്ത് പറഞ്ഞേരെ. പറയണം. പറ്റുമെങ്കിൽ ആ എഞ്ചിനീയർ അടുത്ത് പോയി ക്ഷമ പറഞ്ഞേരെ. അയാൾക്കുള്ള പണി ഞാൻ വരെ വെച്ചിട്ടുണ്ട്. എന്നാ പോയി വെക്കടാ, അയാളങ്ങ് നിന്നേരും. ഞാനൂല് നാട്ടെ, അയാൾ പാലം പണിഞ്ഞിട്ട് പോണവരെ മിണ്ടരുത്. ഡാ, ഇവനൊന്നും ഒന്നും പോകാനില്ല. എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നിനക്കും എനിക്കേ ഉള്ളൂ. ഡേയ്, നീ നിന്റെ കാര്യം ആലോചിക്കണ്ടേ? എൻ്റെ കാര്യം ഒന്ന് ആലോചിക്കടേ. ഒന്ന് നിർത്തുള്ള ലാലിച്ച, എത്ര കിട്ടിയാലോ ആർത്തി. കൃഷ്ണൻ സാർ അവിടെ ഉണ്ട്. സാറാ, ഈ അപ്രോച്ച് റോഡിൻ്റെ അളവെടുക്കുന്നിടത്തുണ്ടാവും. നേരെ പോയാൽ മതി, വഴി കാണും. എഞ്ചിനീയർ സാർ കിട്ടും. പാപ്പോയി ഒന്ന് വാടാ. എല്ലാരും വരികയാണെങ്കിൽ വരാം. പോയി ആ സാറിനോട് മാപ്പ് പറഞ്ഞേക്ക്. ഓടാ. ഞാൻ പോയി മാപ്പ് പറഞ്ഞിട്ടരാ. അവന്റെ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. ശരിയാ, അവൻ മാപ്പ് പറയാൻ തന്നെയാണ് പോന്നേ. അത് തല്ലാനോ? പോയിട്ട് വരട്ടെ. ഇതാടാ. സാറേ, ടയറ് ഈ സൈഡും ഇല്ല സാറേ. മനസ്സിലായില്ലേ എനിക്ക്? ഇതൊരു ചെറിയ മാറ്ററല്ല. അത് ആരെങ്കിലും കണ്ടോളൂ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
വാടാ നമുക്ക് ആശുപത്രി പോയിട്ട് വരാം. എന്താടാ എന്ത് പറ്റി? ആ പാപ്പ ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു വരുന്ന വഴിയാ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഒരു ഓർലിക്സ് കൂടി തന്നാ ഓക്കെ. എന്തായാലും ഇത് അന്വേഷിച്ചാൽ പറ്റും. നമുക്ക് സംയുക്തമായിട്ട് അന്വേഷിക്കാതെ ഇതിനൊരു തീരുമാനം നമുക്ക് എടുക്കാം. ആരാന്ന് ഞാനങ്ങനെ അറിയുന്നു. ഞാനിന്ന് രാവിലെ കാണാം. കഷ്ടമായി പോയി. സ്കെച്ച് തയ്യാറായ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സർ. ശരി. എന്നാലും വല്ലാത്ത അവസ്ഥയായി പോയി. എനിക്കിവിടെ വേറെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സാറേ ഇവിടെ പാമ്പുകളൊക്കെ ഉള്ളതാ. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാ ഈ പാതിരാത്രിയിലും? ഹലോ സാർ. ഹലോ, കൃഷ്ണൻ സാർ ഉറക്കമായിരുന്നോ? ഏയ് ഒരിക്കലുമല്ല സാർ. ആരാ ഈ പാതിരാത്രി വിളിക്കുന്നേ? ആരാത്? നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു സാർ. അയ്യോ സോറി കൃഷ്ണൻ, എന്നാ നാളെ കാണാം. കുഴപ്പമില്ല പറഞ്ഞോളൂ സാർ. ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അതെ കൃഷ്ണ, ഈ റോഡിൽ മുഴുവൻ ഓട നിർമ്മിച്ചത് ഒരു ശരിയായ നടപടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല സാർ. പിന്നെ ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളും പരിസരവും എല്ലാം കൊള്ളാവും സാർ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ഒരു മാന്യനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടിടത്തോളം അയാളൊരു നല്ല മനുഷ്യനാണ്. തനിക്ക് ഇപ്പോഴാ പയ്യനോടൊരു സോഫ്റ്റ് കോൺട്രാ ഉണ്ടല്ലേ? ഏത് പയ്യൻ? ഗപ്പി. ഇല്ല സാർ, ഒരിക്കലും ഇല്ല സാർ. എനിക്ക് അവനോട് ദേഷ്യമാണ് സാർ, സത്യമായിട്ട് ദേഷ്യമാണ് സാർ. അന്ന് ആ പിള്ളേരെല്ലാം കൂടെ സാറിനെ റോട്ടിലിട്ട് എനിക്കത് ചിന്തിക്കാനേ വയ്യ സാർ. ആണോ? സത്യമായിട്ട്. എന്നാ നാളെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്, ബൈ. പാതിരാത്രി അയാളുടെ ഒരു സർപ്രൈസ്. ഉറങ്ങിയാവട്ടാ. നിങ്ങൾ എന്തിനാ ഞാൻ ഭാര്യയാണെന്ന് പറയാൻ പോയല്ല? കൂടെ കിടക്കുന്നത് എന്റെ കുഞ്ഞമ്മയാന്ന് പറയാ. നീ എന്തിനാ എങ്ങനെ ചിരിക്കുന്നേ? ഞാനിങ്ങനെ ചിരിച്ചില്ല, നിങ്ങളുടെ ഫോണിൽ നിന്നായിരിക്കും. ഹലോ സാർ, സോറി ഹലോ. ഇന്നലെ ഞാൻ ചായ സുഖമല്ലേ ലാലിച്ച? ലാലിച്ചൻ പോയിക്കോ. എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? പാലം പണി കഴിഞ്ഞിട്ട് നമ്മൾ സാറേ സർപ്രൈസ് അല്ലേ? ഞാനും ഉണ്ട്. എന്നിട്ട് ഞാനാണോ താനാണോ വില്ലേജ് ഓഫീസർ? സാറ് തന്നെ. അപ്പൊ സർപ്രൈസ് ഞാൻ കേട്ടോളാം. ലാലിച്ചൻ ചെല്ല്. സർപ്രൈസ് കേൾക്കാൻ വന്നേക്കണം. അയാളോട് വിളിച്ചിട്ടുണ്ട്.